പ്രമുഖ മലയാളി വ്യവസായി ബംഗളൂരുവിൽ കൊല്ലപ്പെട്ട് CJ റോയ് കൊല്ലപ്പെട്ടിട്ട് മരണം നടത്തിട്ട് എന്ന് പറയുന്നതായിരിക്കും കുറെ കൂടി ശരിയെന്ന് തോന്നുന്നു. ആത്മഹത്യ ചെയ്തിട്ട് ഒരു ദിവസം പിന്നിടുകയാണ്. അന്വേഷണം തുടങ്ങി ഒരു രാവും പകലും പിന്നിടുമ്പോൾ സംശയ നിഴലിലാണ് ആദായ നികുതി വകുപ്പ്. പരിശോധനകളുടെ ഭാഗമായി കടുത്ത സമ്മർദ്ദം അനുഭവിച്ചിരുന്നു CJ റോയ് എന്താണ് കുടുംബവും സഹപ്രവർത്തകൻ ഉൾപ്പെടെ ആരോപിക്കുന്നത്. ആത്മഹത്യ ചെയ്യേണ്ട ഒരു കാര്യവും റോയ്ക്കില്ല എന്ന് കൂടി കുടുംബം വിശദീകരിക്കുന്നുമുണ്ട്. കേരള ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നാണ് വന്നിരുന്നത്. ദേവേർ ഇൻ ഹിസ് ഓഫീസ്. അവർ 3 ദിവസമായിട്ട് അവർ ഓഫീസിലുണ്ട്. 28-ാം തീയതി വന്നാണ്. 28, 29, ഇന്നലെ 30-ാം തീയതി രാവിലെ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു. റോയ് വിളിച്ചിട്ടുണ്ടായിരുന്നു. 10:40 രാവിലെ വിളിച്ചിട്ട് പറഞ്ഞു, നീ എപ്പോഴാണ് വരുന്നത്, എനിക്കൊന്ന് കാണണമെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇന്ന് 7 മണിക്ക് കാണാമെന്ന് പറഞ്ഞാണ്. പക്ഷെ ആളുണ്ടായില്ല, ആൾ പോയി. അത് ആയിരിക്കാം. വേറെ ആൾക്ക് വേറെ ഒരു കടോ ബാധ്യതയോ അല്ലെങ്കിൽ ത്രെട്ടോ അങ്ങനത്തെ ഒന്നുമില്ല. അല്ല, അറിയില്ല. ഞാൻ പോയാലേ എനിക്ക് അറിയുള്ളൂ. അവിടെ ഓഫീസിലുണ്ട്. ഉണ്ടായിരുന്നു. അല്ല, ഈ ഉദ്യോഗസ്ഥനായിരുന്നു ഇൻവെസ്റ്റിഗേഷൻ. സംശയങ്ങൾ പലവിധത്തിൽ ബലപ്പെടുമ്പോൾ കുടുംബം രംഗത്ത് വരുമ്പോൾ വാസ്തവം കണ്ടെത്താൻ പ്രത്യേക സംഘത്തെ നിയോഗിച്ചിരിക്കുകയാണ് കർണാടക സർക്കാർ എന്ന് ജോയിന്റ് കമ്മീഷണർ വംശി കൃഷ്ണയുടെ നേതൃത്വത്തിൽ 2 DCPമാരും 2 ACPമാരും ഉൾപ്പെട്ട സംഘത്തെയാണ് അന്വേഷണത്തിനായി നിയോഗിച്ചിരുന്നത്. എടുത്തുചാടി പ്രതികരണം നടത്തുന്നില്ല എന്നാണ് കർണാടക ആഭ്യന്തര വകുപ്പ് സ്വീകരിച്ച നിലപാട് എന്നതും വളരെ ശ്രദ്ധേയമാണ്. We don't know. All we know is he has committed suicide, and that is why we have constituted an SIT. One of the joint commissioner is heading that, and another DCP. So we will see what is going to be the findings. I can't say right now. ജി പരമേശ്വരന്റെ പ്രതികരണമാണ്. KB ശ്രീധരൻ. ശ്രീധരൻ, വലിയ ദുരൂഹതയുണ്ട്. ഈ അന്വേഷണ ഏജൻസിയുമായി ബന്ധപ്പെട്ട സംശയം പ്രബലപ്പെടുകയാണോ? കർണാടക സർക്കാരിന്റെ മൗനത്തിന് പിന്നിൽ, നിലപാടിന് പിന്നിൽ എന്താണ്? ഈ വിഷയത്തിൽ തുടക്കം മുതൽ തന്നെ കുടുംബവും അതുപോലെ അദ്ദേഹത്തിന്റെ ഓഫീസിലെ സഹപ്രവർത്തകരും ഒക്കെ പറയുന്ന ഒരു കാര്യം, ആദായ നികുതി വകുപ്പിൽ നിന്ന് വലിയ സമ്മർദ്ദം, ഭീഷണി അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എന്നുള്ള ഒരു കാര്യമാണ്. ഏതായാലും ഇത് നിഷേധിക്കുന്നുണ്ട് ആദായ നികുതി വകുപ്പ്. അവർ ഔദ്യോഗിക വാർത്താക്കുറിപ്പ് ഇറക്കുമെന്നൊക്കെ അറിയിച്ചിരുന്നെങ്കിലും ഇതുവരെ അങ്ങനെ ഉണ്ടായിട്ടില്ല. പക്ഷെ അവർ ചില കാര്യങ്ങൾ പുറത്ത് വിടുന്നുണ്ട്. അതിൽ ഇത്തരത്തിൽ യാതൊരു സംഭവങ്ങളും അവിടെ നടന്നിട്ടില്ല എന്നുള്ള ഒരു കാര്യമാണ് പറയുന്നത്. എന്നിരുന്നാൽ പോലും ആ സംശയത്തിന്റെ മറ ഇപ്പോഴും നീങ്ങുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഈ ഏറ്റവും ഉയരുന്നൊരു ചോദ്യം കൂടി അവിടെയുണ്ട്. ഇത്രയധികം പ്രതിസന്ധികളൊക്കെ അതിജീവിച്ച് വിജയം കൈവരിച്ച ഒരു വ്യവസായ പ്രമുഖൻ ഇങ്ങനെയുള്ള ഒരു കാര്യത്തിന് സ്വയം ജീവനൊടുക്കാൻ സാധ്യതയുണ്ടോ? അങ്ങനെ അതിന് മുതിരേണ്ട കാര്യമുണ്ടോ എന്നുള്ള ചോദ്യം അവിടെ ഉയരുന്നുണ്ട്. പ്രത്യേകിച്ച് ഇൻകം ടാക്സ് റെയ്ഡുമായി ബന്ധപ്പെട്ട് ക്രമക്കേടുകളൊക്കെ കണ്ടെത്തിയാൽ അതിനെ പിഴയടച്ച് ആ കേസിൽ നിന്ന് ഊരിപ്പോരാനുള്ള സാധ്യതകൾ അവിടെ നിലനിൽക്കുന്നുണ്ട്. അങ്ങനെയുള്ള നടപടി ഏതായാലും CJ റോയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല. അതെന്തുകൊണ്ടാണ് എന്നുള്ള ഒരു ചോദ്യം അവിടെ നിലനിൽക്കുന്നുണ്ട്. അല്ലാത്ത പക്ഷം ഏതെങ്കിലും തരത്തിൽ വലിയ ഭീഷണി അദ്ദേഹത്തിന് അന്വേഷണ ഏജൻസികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള ചോദ്യം അവിടെ ഉയരുന്നു. അങ്ങനെയുള്ള ഒരു ആശങ്ക, അല്ലെങ്കിൽ അദ്ദേഹത്തെ കസ്റ്റഡിയിൽ എടുക്കുമോ എന്നുള്ള ആശങ്ക അവിടെ നിലനിൽക്കുന്നതുകൊണ്ടാണോ അദ്ദേഹം ആത്മഹത്യ ചെയ്തത് എന്നുള്ള ഒരു കാര്യമാണ്, സംശയമാണ് പ്രധാനമായും. ആദായ നികുതി വകുപ്പുമായി ബന്ധപ്പെട്ട പരിശോധന, ആ പരിശോധനയുടെ തുടർച്ച എന്താണ് സംഭവിച്ചത്? ആ കേസിൽ പരിശോധന എന്തെങ്കിലും കണ്ടെത്തിയോ? അതോ ഭീഷണിയായിരുന്നോ? അതോ പ്രതിസന്ധിയിലേക്ക് നീങ്ങുന്നു എന്ന സാഹചര്യമായിരുന്നു? അക്കാര്യത്തിലൊക്കെ ഇനിയും വ്യക്തത ഉണ്ടാകേണ്ടതുണ്ട്. കർണാടക സർക്കാർ പക്ഷേ ആഭ്യന്തരമന്ത്രി നേരത്തെ സംസാരിച്ചപ്പോൾ, ജി പരമേശ്വര സംസാരിച്ചപ്പോഴും ഒരു നിലപാടിലേക്ക് എത്തുന്നില്ല. പ്രത്യേക പരിശോധന അന്വേഷണ സംഘത്തിന് നടക്കുന്നു എന്ന പ്രതികരണമാണ് സർക്കാരിൻ്റെ ഉൾപ്പെടെ ഭാഗത്ത് വരുന്നത്. എന്തായാലും കാര്യത്തിൽ വ്യക്തത അടുത്ത ദിവസങ്ങളിൽ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. KB ശ്രീധരനാണ് വിവരങ്ങൾ നൽകിയത്.